നിലവിളക്ക് തന്ന് ഈ വീട്ടിലേക്ക് കൈപിടിച്ച് കയറ്റിയത് നിങ്ങളാണ്. ഈ പടി ചവിട്ടിയാണ് ഞാനിവിടെ കടന്നു വന്നത്. അപ്പോൾ നിങ്ങൾ 10 മാസം ചുമന്ന് നൊന്തു പ്രസവിച്ച മകൻ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ മൂവന്തി സമയത്ത് പറയുന്നു, ഈ കുടുംബത്തിൽ നിന്ന് എന്നെ പുറത്താക്കാൻ ആർക്കും കഴിയില്ല. ആകാശം ഇടിഞ്ഞു വീഴട്ടെ, അഗ്നിപർവ്വതങ്ങൾ പൊട്ടട്ടെ, ഞാൻ എൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കും. ചെറുതായിരിക്കാൻ എന്ത് ബുദ്ധിമുട്ടാണ്. നിലവിളക്ക് തന്ന് ഈ വീട്ടിലേക്ക് കൈ പിടിച്ചു കയറ്റിയത് നിങ്ങളാണ്. ഈ വീടിന്റെ ആംബിയൻസ് പോയി. സ്ക്രിപ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. എന്ത് പറ്റി? സാറൊന്ന് വായിച്ചു നോക്കണം. അതേടി, നിലവിളക്ക് തന്ന് കൈ പിടിച്ച് കയറ്റിയത് ഞാനാണെങ്കിൽ ഈ പടിക്ക് പുറത്താക്കാൻ മറ്റാരും വിചാരിക്കണ്ട. ഞാൻ വിചാരിച്ചാൽ മതി. ഈ പറയുന്നത് പാർവതി ഭായ് തമ്പുരാട്ടിയാണ്, നിന്റെ കഴുത്തിൽ താലി കെട്ടിയവന്റെ അമ്മ, ഗോപികൃഷ്ണന്റെ അമ്മ. ഈ ഒരൊറ്റ ഡയലോഗ് മതി നമ്മുടെ സീരിയലിന്റെ റേറ്റിംഗ് കൂടാൻ. ബാക്കിയുള്ളൊന്ന് വായിച്ചു നോക്കി. ഇതൊന്ന് വായിച്ചു നോക്കി. ഇത് കേട്ട് ശാലിനി എവിടെ നിരാശയോടെ നിൽക്കുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ തന്റെ സീർട്ടിന് തീ കൊളുത്തി. എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ തന്റെ സീർട്ടിന് തീ കൊളുത്തി. ശാലിനിക്ക് താല്പര്യമില്ല, അവള് വലിക്കണ്ട, അത്രയല്ലേ ഉള്ളൂ. താലിയുടെ മഹാത്മ്യം. താൻ പിന്നെയും വന്നു. ആംബിയൻസ് പോയി. അയ്യോ സാർ, എന്ത് പറ്റി സാർ? കുടുംബിനി ആമിനെ ചെയ്തു താണ്ഡവം. ആഭ്യന്തരമന്ത്രിയുടെ മുമ്പില് നാണം കിട്ട് പോയല്ലോ ഞാൻ. വിവരങ്ങൾ അന്വേഷിച്ച് വരാൻ പറഞ്ഞു. ഇല്ലെങ്കിൽ എന്നെ തൊപ്പി പോകും. എന്താ സാർ, അദ്ദേഹത്തിന്റെ മകൾക്ക് അഭിനയിക്കാൻ താല്പര്യമില്ലെന്നാണോ ഇപ്പൊ പറയുന്നത്? തുടങ്ങിയില്ല, അതിനു മുമ്പ് മുടങ്ങും. എന്റെ ഈശ്വര, പേര് ഇഷ്ടപ്പെട്ടില്ല, മാറ്റാ സാർ. പേര് മാത്രം പോരാ. യു മീൻ സമൂലം? അദ്ദേഹത്തിന്റെ മോക്ക് അഭിനയിക്കാൻ പറ്റിയ ഏത് കഥാപാത്രമാണോ ഈ കഥകളിലുള്ളത്? ഇത് മുഴുവൻ കള്ളുകുടിയും കഞ്ചാവടിയും അവിഹിതവും ബലാത്സംഗവും പീഡനവുമാണല്ലോ. കുടുംബ സദസ് കാർക്കിച്ചു തുപ്പും. ഇതാണ് സാർ ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ്. തന്റെ ഒരു ട്രെൻഡ്. ഇമാതിരി ആഭാസത്തരങ്ങളല്ല, പിള്ളേർക്ക് പറ്റിയ ലവ് സ്റ്റോറിയാ വേണ്ടത്. എല്ലാം മാറ്റി എഴുതിയില്ലെങ്കിൽ അറിയാലോ, ആഭ്യന്തരമന്ത്രിയുടെ മോളുടെ കാര്യ. അല്ല സാർ, വിശുദ്ധ പാർവതിയമ്മയെ കുറിച്ച് ആലോചിച്ചാലോ? ഭക്തമീരെ കുറിച്ച് ആലോചിച്ചാലോ? താൻ ആരെ കുറിച്ച് വേണമെങ്കിലും ആലോചിച്ചോ. ഉടനെ വേണം. 2 ആഴ്ചക്ക് ശേഷം വീണ്ടും കാണാം. ലവ് സ്റ്റോറി പോലെ ഒരു ആംബിയൻസും കിട്ടുന്നില്ലല്ലോ. വെറുതെ അല്ല കസൻ സാക്കിസ് ജയിലിലായത്. എഴുത്തുകാരുടെ ഒരു ഗതികേട്. അയ്യോ, പൊട്ടുന്ന വല്ല ഉണ്ടായിരുന്നോ സാർ? പൊട്ടുന്ന 2 പടത്തിന്റെ സ്ക്രിപ്റ്റ് ഇതിനകത്തുണ്ട്. ഞങ്ങൾക്ക് എന്തൊക്കെ അറിയണം? നായിക തീർത്ത് വിളിച്ചാൽ ഒരെണ്ണമല്ല 10 എണ്ണം പൊട്ടും. ഹലോ, ഏതാശുപത്രിയിലാ? ഞാൻ നാളെ രാവിലെ എത്തിക്കോളാം. ശരി. ഗുഡ് മോർണിംഗ് സാർ. അരവിന്ദൻ ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, പിന്നെ ചെറിയൊരു മയക്കം. അത് ഈ മരുന്നിന്റെ. സിസ്റ്ററിന്റെ പേരെന്താ? ലീന. ലീന, നല്ല പേര്. വീട് എവിടെയാ? ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. താൻ രാവിലെ ഒരിക്കൽ പറഞ്ഞു. ബോധം വീണോ? ഇല്ല. എന്താ പേര്? അരവിന്ദ്. തന്റെ? സൂരജ്. ടോണി. ശരിക്കും കിട്ടിയല്ലേ? മൂത്രമൊക്കെ പോകുന്നുണ്ടോ? എന്താ? ഇയാളുടെ മൂത്രമൊക്കെ ശരിക്കും പോകുന്നുണ്ടോ? വീട്ടുകാരെ അറിയിച്ചോ? ചത്തിട്ടല്ലേ സാറേ വീട്ടുകാരെയൊക്കെ അറിയിക്കുന്നേ. ഇവന്റെ വീട്ടിലറിയിച്ചോ? അറിയിച്ചു. അവരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു സാർ. രാവിലെയാണ് പോയത്. നിനക്കൊക്കെ എന്തുവാ പണി? സാർ, ഞങ്ങൾ സെന്റ് ആൽബർട്ട്സ് കോളേജിലെ സ്റ്റുഡൻസ് ആണ്. എന്താ സംഭവിച്ചത്? സാർ, അത് കൃഷ്ണപിള്ളേ സാർ നോട്ട് ചെയ്യടോ. സാറേ, പറയണം. ഞങ്ങൾക്ക് അറിയില്ല സാറേ. തിയേറ്ററിലെ സിനിമ കണ്ടോണ്ടിരുന്ന ഞങ്ങളെ കുറച്ചുപേര് വന്ന് ഒരു കാരണമില്ലാതെ തല്ലുകയായിരുന്നു. ഒരു കാരണവുമില്ലാതെ ആരെങ്കിലും തല്ലുകൊടു? കാരണം കാണും. ഇവന്മാരെ കണ്ടാൽ അറിയത്തില്ലേ സാറേ? ഏതെങ്കിലും പെമ്പിള്ളേരുടെ ആങ്ങളമാര് വന്ന് കയറി നെരങ്ങിയച്ച് പോയി കാണും. ഇയാളെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ എഴുതിയെടുത്ത് ഒരാട്ടോ പിടിച്ചൊക്കെ വാ. പിള്ളേർക്ക് പറ്റിയ ലവ് സ്റ്റോറിയാ വേണ്ടത്.